വായിച്ചിരിക്കാവുന്നതാണ്. നമ്മൾ എറണാകുളത്തുകാരായതുകൊണ്ട് ഞാൻ പറഞ്ഞത് എറണാകുളത്ത് ഭാഷ സംസാരിക്കുന്നൊരു നോവലാണ്. അദ്ദേഹം എഴുതിയിരിക്കുന്നതുകൊണ്ട് പറഞ്ഞാണ്, ബാക്കിയുള്ളവരൊക്കെ പ്രകടനം. മനോരമയിൽ ആരംഭിച്ചിരിക്കുന്ന ഈ രണ്ടാം പ്രാവശ്യം വീണ്ടും ഫോക്കസ് നടത്തുന്നതിൻ്റെ വലിയൊരു ചരിത്രമാകാൻ പോകുന്ന സംഭവമാണ്. മന്ത്രിയൊക്കെ വേദിയിലിരിക്കുന്നതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇതുപോലെ സാഹിത്യോത്സവങ്ങൾ ഗവൺമെൻറ് തലത്തിലും നടത്താവുന്നതേ ഉള്ളൂ. എൻ്റെ മഹാരാജാസ് കാലത്ത് അന്ന് സാഹിത്യ സഹകരണ സംഘമാണ് അന്ന് സാഹിത്യോത്സവം നടത്തിയത്. ഞാൻ എന്നോട് ഒരു വോളണ്ടിയർ പാട്ടിനാണ് ശ്രമിച്ചത്. വോളണ്ടിയർ കിട്ടിയിട്ടുണ്ട്. 3 ദിവസമാണ് സമ്മേളനം. 3 ദിവസം രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഭക്ഷണം കിട്ടും. നല്ല നല്ല പ്രസംഗങ്ങൾ നൽകി. അത് ഇനിയും ആവർത്തിക്കാവുന്നത്. നമ്മുടെ കുട്ടികൾ ഈ പറയുന്ന പല സാഹിത്യകാരന്മാരുടെ പേരുകൾ പറയുമ്പോൾ, സാഹിത്യ കൃതികളുടെ പേര് പറയുമ്പോൾ ഈ തലമുറ മനസ്സിലാകാതെ പോകുന്ന ഒരവസ്ഥയുണ്ട്. അവരെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാനും എഴുത്തിനെയും വായനയെയും കൂടെ പ്രോത്സാഹിപ്പിക്കാനും ഇത് ഉതകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സാഹിത്യോത്സവങ്ങൾ മാത്രമല്ല, നാടകോത്സവങ്ങൾ, ചിത്രങ്ങൾ, അങ്ങനെ എല്ലാ കലകളെയും പ്രോത്സാഹിപ്പിക്കുന്ന ഉത്സവങ്ങൾ ഈ ഗവൺമെൻറ് മുൻകൈയെടുത്ത് നടത്തിയ തരത്തിലുള്ള എൻ്റെ അഭിപ്രായമാണ്. മന്ത്രിയൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ ഈ മഹാരാജാസ് കോളേജിലാണ് പഠിച്ചാൽ എനിക്ക് മഹാരാജാസ് കോളേജിൽ ഇന്ന് നടനാക്കാൻ മഹാരാജാസ് കോളേജ് എന്ന് പറയുമ്പോൾ എനിക്കുണ്ടാകുന്ന വിപ്ലവം മഹാരാജാസിൻ്റെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉണ്ടാകുന്നു. മഹാരാജാസ് കോളേജിൽ കോളേജില്ല, അതൊരു വികാരമാണ്. ഞാൻ മഹാരാജാസ് കോളേജിൽ പഠിക്കാൻ പോയ കാലത്ത് പഠിച്ച കാലത്ത് നിങ്ങൾ കേട്ടുകയാണ്. എൻ്റെ പേര് വേറെ ഒന്നായിരുന്നു. എനിക്ക് എൻ്റെ ഈ മമ്മൂട്ടി എന്ന പേര് വളരെ അപരിഷ്കരമായി തോന്നിയതുകൊണ്ട് പരിചയമില്ലാത്ത സുഹൃത്തുക്കളോട് ഞാൻ എൻ്റെ പേര് ഓമർ ഷെരീഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്.